നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗർഷം ടി വിയിലെ മറുനാട്ടിൽ മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് മറുനാട്ടിൽ മലയാളിയിൽ അതിഥിയായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ ഹരിദാസ് തന്നെയാണ്. അദ്ദേഹം ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ്. ഒപ്പം കേരള റെസ്റ്റോറൻറ്റ്സ് എന്ന 10ഓളം ഹോട്ടലുകളുടെ ഉടമയും ഒപ്പം കലാ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ വക്താവുമാണ്. അദ്ദേഹത്തോടൊപ്പം വീണ്ടും നമുക്കിന്ന് സംവദിക്കാം. സ്വാഗതം മിസ്റ്റർ ഹരിദാസ്. സ്റ്റാമിലുണ്ട്, ത്രോയിഡനിലുണ്ട്, ഹെയ്സിലുണ്ട്, അങ്ങനെയുണ്ട്. അതുകൂടാതെ കേരളത്തിൽ നിന്ന് നേരിട്ട് വന്ന മലയാളീസ്, വളരെയധികം പ്രൊഫഷണലി ക്വാളിഫൈഡ് മലയാളീസ്, ഡോക്ടേഴ്സ് ആയാലും എൻജിനീയേഴ്സ് ആയാലും ഔട്ട്സൈഡ് ലണ്ടനിലും പലയിടത്തും ഇന്ന് വളരെ വലിയൊരു സമൂഹം തന്നെ. അന്ന് ഞാൻ 1972 പറയുമ്പോൾ വളരെ ചുരുക്കം മലയാളീസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇന്ന് നമുക്ക് മലയാളി എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ് UK. ആ ശക്തി കൊണ്ട് നമുക്ക് പലതും നേടാൻ സാധിക്കും. അത് നമ്മൾ നേടിയെടുക്കണില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അസോസിയേഷനും ഇവിടെയുള്ള മലയാളി അസോസിയേഷനും ഓർഗനൈസേഷനും അവരെല്ലാം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പലതും നമ്മുടെ ആവശ്യങ്ങൾ, മലയാളികൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും, അവർക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഇതെല്ലാം സോൾവ് ചെയ്യാനും പല പുതിയ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഹെൽപ്പ് ഡെസ്കും മറ്റേ സഹായ കാര്യങ്ങളും അങ്ങനെയുള്ള പലതും ചെയ്യാൻ ഇവിടുത്തെ അസോസിയേഷന് സാധിക്കും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം ഒരുപാട് അസോസിയേഷനുകൾ ഇന്ന് നമുക്കുണ്ട്. അതിന് തലപ്പത്തെ സാറ് പറഞ്ഞതുപോലെ അംബ്രല്ല അസോസിയേഷനും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർ സംഘടനയ്ക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ഉള്ള വടംവലിയും വിഭിന്നതയും നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അതിനിടയിൽ സമൂഹത്തോടുള്ള കർത്തവ്യം അവർ മറക്കുകയാണെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? അത് മാറ്റിവെക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്ന് നമ്മുടെ ചിന്താഗതിയാണ് നല്ലതിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന മാതിരി കസാരയുടെ പുറകിൽ ഓടുക എന്ന് വെച്ചാൽ അതിനാ സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? ഒരു ഓർഗനൈസേഷൻ്റെ മീനിങ് എന്താണ്? ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ടു ഓർഗനൈസ്. അതാണ്. അതിൽ കയറി ഭിന്നതയായിട്ട് പലതും എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റേത് വേണം എന്ന് പറഞ്ഞ് ഓടുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഈസ് വെയർ എവരിബഡി ഈസ് ടുഗദർ. ഒരു മൈൻഡിൽ, ഒരു വേവ് ലെങ്ത്തിൽ, നല്ലതിനു വേണ്ടി മാത്രം. എന്തുദ്ദേശത്തിലാണ് ആ ഓർഗനൈസേഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൻ്റെ നിയമങ്ങളുണ്ട്, അത് പ്രകാരം പ്രവർത്തിക്കാനും തയ്യാറായിട്ട്. അതിപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് കസാരയ്ക്ക് പുറകെ ഓടുകയാണെങ്കിൽ ഓരോ കൊല്ലവും കസാര മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അത് ആ മാറ്റത്തിന് തയ്യാറാവാത്ത ആ മാറ്റങ്ങൾക്ക് എല്ലാവരും തയ്യാറാവണം. അതാണ് ഞാൻ പറയണത്. അത് അവനവൻ്റെ മനസ്ഥിതിയാണ്. മനസ്ഥിതി മാറ്റാൻ നമുക്ക് പറ്റില്ല. ഇപ്പം എൻ്റെ മനസ്ഥിതി ഞാൻ വിചാരിച്ചാലേ മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ ഒരു പക്ഷെ മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ തന്നെ തീരുമാനിക്കണം ഞാൻ എന്തിനാണ് ഈ അസോസിയേഷന് ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു ചിന്താഗതി എനിക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ഇവിടെയുള്ള മലയാളികളെ സഹായിക്കുക, അവർക്കുള്ള സഹായങ്ങൾ നൽകുക, അവരുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണെന്ന് വെച്ചാൽ പിന്നെ എല്ലാ അസോസിയേഷനും നന്നാവില്ലേ. വളരെയധികം കാര്യങ്ങൾ നമ്മുടെ മലയാളികൾക്ക് ചെയ്യാൻ പറ്റില്ലേ. ഇങ്ങനെ പറയുന്ന ഒരു കംപ്ലൈൻറ്റും ഉണ്ടാകാനുള്ള സാധ്യതയേ ഇല്ല. ഒരുപാട് അസോസിയേഷനുകളുണ്ട്. ഒപ്പം ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഇല്ലീഗലായിട്ട്, കാരണം നിയമത്തിന് അതീതമായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിറങ്ങുന്നുണ്ട്. മലയാളികൾ തന്നെ പല കുരുക്കുകളിലും പല ചതികളിലും പെട്ട് ഒരുപാട് പണം നഷ്ടപ്പെട്ട് സ്വന്തം വീടും കിടപ്പാടും ഒക്കെ വിറ്റിട്ടും അല്ലെങ്കിൽ പണയപ്പെടുത്തിയും ഇവിടെ ഒരു ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇതൊരു ഇവിടെ നിന്ന് എന്തോ ഒരു വലിയ ഒരു സാമ്രാജ്യം അവർക്ക് കെട്ടിപ്പടുക്കാം എന്നുള്ള ഒരു മനസ്സോടുകൂടി വരുന്ന ഒരുപാട് പേരുണ്ട് ഒരു ജോലിക്ക് പുറമേയായിട്ട്. അപ്പം അങ്ങനെയുള്ള ചതിയിൽ വന്ന് പെടുന്നവരെ ചതിച്ചു കൊണ്ടുവരുന്നത് മലയാളി സമൂഹമുണ്ട്. ഒപ്പം സഹായിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സംഘടന പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ സാറിൻ്റെ സെൻറ്റർ ഫോർ എം എന്നുള്ള ഒരു ചാരിറ്റി അസോസിയേഷൻ എന്ത് തരത്തിലുള്ള സഹായമാണ് ഇങ്ങനെയുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത്? ഒരിക്കലും നമ്മൾ ഒരു നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ നാട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൂളിനോ അതിനുള്ള നിയമങ്ങൾക്കെതിരായിട്ടോ പ്രവർത്തിക്കാൻ പാടില്ല. അത് അസോസിയേഷൻ ആയാലും ശരി, ഇൻഡിവിജ്വൽ ആയാലും ശരി, നിയമങ്ങൾക്ക് അതീതമാണ് നമ്മൾ. അപ്പം നിയമത്തിൽ കൂടെ എന്ത് സഹായങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഇല്ലീഗലായിട്ട് വന്ന് വീണതായിരിക്കും ഈ രാജ്യത്ത്.
ഇപ്പോൾ ഇല്ലീഗൽ ആയാലും ശരി തന്നെ അയാൾക്ക് നിയമപരമായി ഇമിഗ്രേഷൻ റൂളിൽ UK ഇമിഗ്രേഷൻ റൂളിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ട സഹായങ്ങൾ അവർ വന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിയമപരമായിട്ട് അത് ചെയ്തു കൊടുക്കാൻ ഏത് അസോസിയേഷനോ ഓർഗനൈസേഷനോ ഇൻഡിവിജ്വലോ തയ്യാറാണ്. അത് നല്ല കാര്യമാണ്. ഞാൻ ഒരിക്കലും പറയില്ല നിയമത്തിനെതിരായിട്ട് ആ മലയാളിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെന്ന്. നിയമപരമായിട്ട് പല സഹായങ്ങൾ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർ കുറെ പേരെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും വരുന്നുണ്ട്. ഒരുപാട് പേരെ ബോർഡർ പോലീസ് അറസ്റ്റ് ചെയ്തു. പലരും ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ഏജൻസിന് കൊടുത്തു. അത് മലയാളികൾക്ക് കൊടുത്തു. അവരിവിടെ എത്തി, അവർക്ക് ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് ഐലറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നേഴ്സസ് വന്നിട്ട് അവരുടെ ജോലിയില്ല, അല്ലെങ്കിൽ അതുപോലെ പഠിച്ചവർ ഒരുപാട് നല്ല ജോലി നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നവരും അവരെ UK എന്നുള്ള ഒരു വ്യാമോഹങ്ങൾ ഉണ്ടാക്കി അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ജോലിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഒതുങ്ങി താമസിച്ചു, പിന്നീട് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട്. എന്നിട്ട് ഒരു 3-4 മാസം കഴിയുമ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയും എവിടെയെങ്കിലും തെരുവുകളിൽ ഉറങ്ങുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ UK പോലീസ് പലയിടത്തും വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മലയാളികൾ തിരിച്ചു പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ആ ഒരു വിഷമവും പ്രയാസവും വായിക്കുമ്പോൾ ഉണ്ടാവുകയും നമ്മൾ തന്നെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഇത്രയധികം 5-10 ലക്ഷം രൂപ കൊടുത്ത് എന്തുകൊണ്ട് ആൾക്കാർ ഇവിടെ വരുന്നു, എന്നിട്ട് അവർക്ക് എന്തുകൊണ്ട് അവർ നല്ല രീതിയിൽ നിയമപരമായിട്ട് അവർ വരുന്നില്ല, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആൾക്കാർ എന്തിനവരെ ചതിച്ചുകൊണ്ട് പണത്തിന് വേണ്ടി മാത്രം കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഹെൽപ്പും ചെയ്തു കൊടുക്കാനുണ്ടാവില്ല. ബോർഡർ പോലീസ് അവരെ അവരുടെ പാസ്പോർട്ട് മേടിച്ച് വെച്ച് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സാറിന് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്?